അപ്പൊ എല്ലാവർക്കും ഇനി വണ്ടേക്കിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ചെങ്ങാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെങ്ങാട് അത്യാവശ്യം വലിപ്പമുള്ള ചെങ്ങാടോട്ട് ഉണ്ടാക്കിയേക്കണം. അപ്പൊ നമ്മൾ അതിനൊരു ചെറിയൊരു പ്രൊപ്പലറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കണ്ടില്ലേ നമ്മുടെ സാൻഡറിന്റെ ഫ്രണ്ട് ഭാഗം കൊടുത്തേക്കണം. അപ്പൊ ഏതാണെന്ന് വെച്ചാൽ ഇതിന് ഫ്രീ വീലൊക്കെ ഇട്ട് അത് കറക്റ്റായിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്നുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോ സൈക്കിളിന്റെ ഫ്രെയിമുമ്പോൾ തന്നെ ഈ സാധനം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചവിട്ടുമ്പോൾ എപ്പോഴും കറങ്ങണത് വലത്തേക്ക് തന്നെ. അപ്പൊ അതിന് വേണ്ടി നമ്മുടെ പ്രൊപ്പലർ എന്ന് പറഞ്ഞ സാധനത്തിന്റെ കറക്കം എപ്പോഴും ഇടത്തേക്കാണ്. ഇടത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ അതിന്റെ വെള്ളത്തിലെ തള്ളിച്ച കൂടാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ, പ്രവണത കിട്ടുള്ളൂ. അപ്പൊ അതാരണം അപ്പൊ നമ്മള് ചെയ്തേക്കുന്ന ഒരു വീലിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ഭാഗമാണ് നമ്മളിത് എടുത്തേക്കണത്. അപ്പൊ ഇതിപ്പോ നമ്മൾ വലത്തേക്ക് ഇറക്കുമ്പോൾ ഇത് കറങ്ങുന്ന ഇടത്തേക്കാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചവിട്ടി മറിക്കുമ്പോൾ ഇത് കറങ്ങണത് 38 പ്രാവശ്യമാണ് ഈ സാധനം കറങ്ങണത് ഒറ്റ പ്രാവശ്യം തിരിക്കുമ്പോൾ. അപ്പൊ അത്രയ്ക്ക് RPM ഉള്ളത് നമ്മൾ എടുത്തേക്കണ പ്രൊപ്പലറും ഒരു ചെറുതൊരു 3 ഇഞ്ച് പ്രൊപ്പലറാണ് നമ്മൾ 3 ഇഞ്ച് 4 ഇഞ്ച് വലിപ്പം ഉണ്ടാവുള്ളതായി. അപ്പൊ നമ്മള് അപ്പൊ കൂടുതൽ RPM കിട്ടിയില്ലെങ്കിൽ നമ്മൾ വലിയ പിന്നെ പ്രൊപ്പലർ വലുത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ലോഡ് വരും. അപ്പൊ RPM കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രൊപ്പലർ ചെറുതാക്കാലും വെള്ളം തള്ളിപ്പോയിക്കോളും. അപ്പൊ പിന്നെ ഇത് സെറ്റ് ചെയ്യാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതിന്റെ ഉള്ളിൽ കിടക്കണ ആ ഷാഫ്റ്റ് മാറ്റിയിട്ട് ഈ ഷാഫ്റ്റ് കൊണ്ടുപോയി ലേത്തേക്ക് കൊണ്ടുപോയി നമ്മൾ ത്രെഡ് അടിച്ചിട്ടാണ് അതുപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ അധികം പറഞ്ഞങ്ങാട് നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഡ്രില്ലാണ്ടത്. ഇതാണ് നമ്മളിനി അഴിച്ചെടുത്തിട്ട് നമ്മളിനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഗിയർ സിസ്റ്റം നമ്മൾ എടുക്കേണ്ടത്. കണ്ട ഇത് നമ്മളിപ്പോൾ സ്ക്രൂ എല്ലാം അഴിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ഒരു സെക്ഷൻ നമുക്ക് വേണം, ആ ഒരു ഗിയറാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് കൊണ്ടുപോയിക്കൊണ്ട് നമ്മൾ ലൈറ്റിൽ കൊണ്ടുപോയി അതിൻ്റെ ത്രെഡ് അടിച്ചിട്ട് കൊണ്ടുപോകണം. ഈ സാധനത്തിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ഈ സെക്ഷനും ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ ആർമേച്ചറിൻ്റെ ചെമ്പ് കമ്പിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിനി അപ്പോഴാണ് നമുക്ക് ഈ സാധനം ഇടത്തേക്ക് കറങ്ങുള്ളൂ. നമ്മൾ വലത്തേക്കാണല്ലോ ചവിട്ടണത്. അപ്പോൾ നമ്മൾ ഇടത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഈ ഒരു ഗിയറിൻ്റെ ഒരു സിസ്റ്റം നമ്മൾ എടുത്തേക്കണത്. ഈ ഒരു സെക്ഷനാണ് നമുക്ക് വേണ്ടത്. എന്താ ഇനിയിപ്പോൾ നേരെ ലൈറ്റിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അതുമ്മ ആ പൽച്ചക്കരം കളഞ്ഞിട്ട് നമ്മളൊന്ന് ത്രെഡ് അടിക്കണം അങ്ങോട്ട്. അപ്പോൾ ഇതിൻ്റെ തുമ്പത്തും ഇതുപോലെ ഒരു പൽച്ചക്രം ഉണ്ടായി. അപ്പോൾ അത് നമ്മൾ ഈ സാധനം ലൈറ്റിൽ കയറ്റിയിട്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ശേഷം നമ്മളത് നേരെ അതുമ്മ ത്രെഡ് അടിച്ച് നമ്മൾ എടുക്കാൻ പോവുകയാണത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ലൈറ്റിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഞെട്ടിട്ട് മുറുക്കിയേക്കായിരുന്നു. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു പൽച്ചക്കം ഉണ്ടല്ലോ അത് അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. ഈ ഞെട്ടിട്ട് അങ്ങോട്ട് മുറുക്കിക്കളയും. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് നമ്മൾ ആ ബെയറിങ് വരെ കയറുന്ന സ്ഥലം തന്നെ നമ്മൾ ലൈറ്റിൽ കൊണ്ടുപോയി കറക്റ്റാക്കിയിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇട്ട സാധനം കയറ്റിയിട്ട് നമ്മളിനി അത് നേരെ ടൈറ്റ് ചെയ്ത് കളയാൻ പോയാണ് അങ്ങോട്ട്.
നമ്മുടെ പഴയ ബ്ലേഡുമ്പോൾ തന്നെ നമ്മൾ ഈ സാധനം അതിൻ്റെ ത്രെഡ്, അതായത് ഫ്രീ വീൽ കിടക്കുന്ന ത്രെഡ് നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റ് തീർത്തിട്ട് നമ്മൾ വെണ്ടരിച്ചു ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. സെയിം ഷാർപ്പിംഗ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പീസ് എടുക്കണം. ഈ പീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളോട്ട് ഈ ഞെട്ടമോട്ട് വെച്ചിട്ട് നമ്മളിത് ഇതിന്മേണ് നമ്മൾ അടുത്ത ഗിയർ സെറ്റ് ചെയ്യണം. ഇത് വേറെ ഗിയറാണ്, അതിൻ്റെ തന്നെ ഗിയറാണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഇങ്ങനെ ഒരു ചെറിയ തകർത്തെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഞെട്ടുമ്പോൾ ഉണ്ടാക്കണം. 4 8 ഇത് മൂട്ടി സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വശങ്ങളും കാര്യങ്ങളും ഞാൻ അടയാളപ്പെടുത്തിയൊക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ 4 ഞെട്ടിട്ടാണ് നമ്മൾ മുറുക്കി കളയാൻ പറ്റും. നമ്മൾ 4 ഞെട്ടുമ്പോൾ അതിൻ്റെ അടിയിൽ ടൈറ്റ് ചെയ്ത് അവിടെ ഞെട്ടുമ്പോട്ടെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആകാൻ വേണ്ട. അതുകൊണ്ട് ഇതിപ്പോൾ ഇത്തിരി ഒരു ഞെട്ടിൻ്റെ അത്ര പൊങ്ങിയെന്നുണ്ടെങ്കിൽ ഇത് താഴെ പോയി മുട്ടാകുമ്പോൾ നമ്മൾ അടിയിൽ ഞെട്ടുമ്പോട്ടിട്ട് മുറിക്കണം. ഇത് നമ്മൾ നേരെ ടൈറ്റ് ചെയ്തെടുക്കുക. ടൈറ്റ് ചെയ്ത് 4 അങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെ നല്ല ബലവും വേണ്ട. ഇനിയിപ്പോൾ ഒരു അനക്കവും ഉണ്ടാവില്ല. എന്നിട്ട് ഇതിന്മേണ് നമ്മൾ അടുത്ത ഈ സെക്ഷൻ കെട്ടാൻ പോകുന്നത്. അതുപോലെ ഈ ഞെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഞെട്ടായിട്ട് മുകളിൽ ഞെട്ടായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്, പിന്നെ അകലം നീക്കം ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് പിരിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്തത് ഇത് സെറ്റ് ചെയ്യാൻ വേണം. നമ്മൾ നേരെ ജോലി കുടിക്കേണ്ടില്ല. ഈ ഹോളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് ഫ്രീ ആയിരുന്നു. ഇനി ഇത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോയിട്ട് ഇത് ഈ അടുത്ത ഞെട്ടിട്ട് മുറുക്കാൻ പോയേണ്ടത്. ഇതിൻ്റെ നീളം കട്ട് ചെയ്യാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയല്ലോ. അപ്പൊ ഈ 4 ഞെട്ടിട്ട് നമ്മൾ മുറുക്കിയെടുക്കാൻ പോയത്. ഈ 4 ഞെട്ടിട്ട് സാധനം മുറുക്കിയൊക്കെയുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ആദ്യം ചെയ്യാൻ നമുക്ക് ഈ ഞെട്ട് അഴിക്കേ ലൂസാക്കി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അത് കറക്റ്റ് അലൈൻമെന്റിൽ നമുക്ക് അത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ സാധനം ഓക്കെ. ഇനി ഇതുമ്മ സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രീ വീലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എടുത്തേക്കുന്നത് ഫ്രീ വീലിന്റെ ത്രെഡ് വന്ന ഭാഗം നമ്മൾ ആ റിബണിൽ ഈ കമ്പിയൊക്കെ കളഞ്ഞിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ ഇതെന്ന് വേണ്ടി നമ്മൾ ഒരു സാൻഡറിന്റെ ഈ കോൺക്രീറ്റ് ആയിട്ട് ചെയ്യുന്ന ബ്ലേഡാണ്. ഈ ബ്ലേഡ് നമ്മൾ കറക്റ്റ് ഇതിന്റെ ഉള്ളിൽ വേറെ പീസൊക്കെ വെച്ചിട്ടാണ് ഈ ഞെട്ടുമ്പോട്ടും വെച്ചിട്ട് ഈ പോട്ട് വെച്ചിട്ട് നമ്മൾ ഈ സാധനം അവിടെ കറക്റ്റ് സൂട്ടബിൾ ആക്കി വെൽഡ് ചെയ്ത് കംപ്ലീറ്റ് വെൽഡ് ചെയ്ത് കളിക്കണം. ഈ പീസ് നമ്മൾ ഇതുമ്പോൾ അങ്ങനെ കയറ്റാൻ പോയി. ഈ പീസ് ഇതുമ്പോൾ കയറ്റി കറക്റ്റായി, ഒരു വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രീ വീല്. ഈ ഫ്രീ വീലാണ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് അടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഇത് 18 പ്രാവശ്യം സാധനം കറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്മേന്ന് നമ്മള് ഈ സൈക്കിളിന്റെ നമ്മൾ സൈക്കിളിനെ സെറ്റ് ചെയ്യണത്. അപ്പൊ സൈക്കിളിന്റെ ക്രാങ്ക് മൂട്ട് തന്നെ സാധനം എങ്ങനെ പോയാലും ഇത് ഒരു 40 പ്രാവശ്യം സാധനം കറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കറങ്ങുന്നത് എന്നാൽ ഇത് കുറച്ചും കൂടി കറക്കം കൂടുതലുള്ളൂ നമുക്ക് ക്രാങ്ക് മൂട്ട്. അപ്പൊ ഒറ്റ ചവിട്ടിന് ഈ സാധനം ഒരു 40 പ്രാവശ്യം സാധനം കറങ്ങും. അത്രക്ക് RPM കൂടുതലാണ് ഈ സാധനം. അപ്പൊ നമുക്ക് പ്രൊപ്പല്ലറിന് നല്ല സ്പീഡ് കിട്ടും. അപ്പൊ നമുക്ക് നമുക്ക് സൈക്കിളുമാണ് സെറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഏത് ക്ലച്ച് കേബിളാണത് ഒരു കാറിൻ്റെ. അപ്പോൾ ഇതുമ്മയാണ് നമ്മൾ ആ പ്രൊപ്പല്ലർ നമ്മൾ സെറ്റ് ചെയ്തേക്കണുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ബാരിങ് ഒക്കെ ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു വീഡിയോസ് ഈ പ്രൊപ്പല്ലറിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് നമ്മൾ ആ ചെങ്ങാടത്ത് നമുക്ക് കയറ്റാൻ. അപ്പോൾ ഇനി ഇത് നമ്മൾ ഞെട്ടിൻ്റെ ഉള്ളിലോട്ട് നമ്മളിത് കയറ്റി കൊടുക്കാൻ വേണം. ഇതാണ് നമ്മൾ 10ൻ്റെ ഞെട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മുറിച്ച് കളഞ്ഞേക്കാണ് ഇതുണ്ടായത് കൂടെ ഉണ്ടായത്. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ ഹോള് ഇട്ടിട്ട് നമ്മളിത് സാൻഡറിന് പൊഴിച്ചെടുത്തേക്കുന്നത് കണ്ട. സ്ലോപ്പായിട്ടാണ് സാധനം പൊഴിച്ചെടുത്തേക്കുന്നത് കണ്ട. വില സ്ലോപ്പായിട്ട് പൊഴിച്ചു. അപ്പം എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊപ്പല്ലറിൻ്റെ ഈ കേബിള് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഞെട്ടിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് സാധനം വെക്കും. അപ്പോൾ ഇങ്ങനെ തുമ്പ് പൊങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം ഞെട്ടിട്ടാട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കും.
ടൈറ്റ് കൊടുക്കുമ്പോൾ ഈ സാധനം ഫുള്ളായി ടൈറ്റായി ഇതിന് കറക്റ്റ് സെൻറ്ററാണ് ഈ സാധനം വന്നേക്കണത്. കണ്ട സെൻറ്റർ വന്നേക്കണ ഈ സാധനം. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് നല്ല മുക്കനായി ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സാധനം അനങ്ങിയുമില്ലത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ വേറൊരു സെറ്റപ്പിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വലിയ ഇതില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമുക്ക് 10 എമ്മ പൊഴിച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുമ്പോൾ നമ്മൾ 3 പട്ട വെച്ച് വെൽഡ് ചെയ്തൊക്കെയുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് സെൻറ്റർ നിർത്തിച്ചിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ഗിയർ ബോക്സുമേ ആ ഒരു ഹോൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഗിയർ ബോക്സ് തമ്മിൽ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ഉപയോഗം പിന്നെ നമുക്കത് ഊരിയെടുക്കാനും പറ്റില്ല. ഉപയോഗം അതായത് ഇതായിപ്പോവും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനായി പോകും. അതുപോലെ നമുക്കൊന്നും വിടിയിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം പട്ട വെച്ച് നമ്മൾ ഇതിലോട്ട് ആ ഷാഫ്റ്റ് അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഞെട്ടി നമ്മുടെ ഈ ഹോളിലോട്ട് നമ്മളെന്തെങ്കിലും ബിറ്റ് എന്തെങ്കിലും ഇട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ബോക്സുമ്പോൾ നമ്മളത് നേരെ കയറ്റി കൊടുത്തിട്ട് വെറുതെ ഒരു ചെറിയ എന്തെങ്കിലും ബിറ്റ് എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമ്മളിത് ഇത് കൊണ്ടുപോയി നമ്മൾ സൈക്കിളിൽ അവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യാൻ പോകണ്ട. ഇത് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ചെറിയ ചടങ്ങുകളുണ്ട്. കറക്റ്റ് നമ്മളിതെല്ലാം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയാലും ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ താമസം പിടിക്കും. എന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളെ ഈ ഒറ്റക്ക് വീഡിയോ ചെയ്യണല്ലേ ഇടങ്ങേറാണ്. ഇതാണ് ഇടങ്ങേറ് സാധനം തന്നെ. ഇത് സെറ്റ് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടും കഴിഞ്ഞിട്ട് അല്ല ഇത് ഒപ്പിക്കുമ്പോൾ അവിടെ പോകും, അവിടെ ഒപ്പിക്കുമ്പോൾ ഇവിടെ പോകും. വലിയ പാടാണ്. അപ്പൊ നമ്മൾ ഈ ഗ്രീസ് ഒന്നും ഇട്ടിട്ടില്ല. ഗ്രീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈമയൊക്കെ നിറച്ചും ഗ്രീസാവും. നമ്മൾ കറക്റ്റാക്കിയിട്ട് ഇത് ഓക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് ചെയിൻ ടൈറ്റ് ചെയ്യാനും അതുപോലത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നമുക്കിത് ചെയിൻ ലൂസായി പോകുമ്പോൾ ടൈറ്റ് ആക്കാനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്തിട്ടുണ്ട്. വേണ്ട അപ്പോൾ നമ്മൾ സംഭവം സെറ്റാക്കി വെച്ചേക്കേണ്ടതാണ്. പിന്നെ ഇരുമ്പോൾ നമ്മൾ ഇവിടെ പ്രൊപ്പലറിൻ്റെ ആ ഒരു സംഭവം വന്നേക്കാണ്. ഇത് നമ്മൾ ഇനി ആ കുറച്ചും കൂടെ നീക്കി ബാക്കിലോട്ട് വെക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യാൻ പോകണം. കഴിഞ്ഞിട്ടാ പ്രൊപ്പലറിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞേക്കാണ്. ഇനി നമ്മൾ അപ്പം ഒന്ന് കയറി ഇരുന്നൊന്ന് ചവിട്ടി നോക്കണം. ഇപ്പം ഇതാണ് നമ്മൾ ബാക്കിൽ നമ്മൾ ഇതുപോലെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അതായത് നമ്മുടെ ഗിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 99% നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ ചെയിനൊക്കെ തെറ്റിപ്പോവില്ല. അല്ലെങ്കിൽ ചവിട്ടുമ്പോൾ ചെയിനൊക്കെ തെറ്റിപ്പോകണ കാരണം നമ്മൾ അത്രക്ക് പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്തേക്കണത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ എന്തായാലും നമ്മളിത് ഒന്ന് കയറി ഇരുന്നൊന്ന് ചവിട്ടി നോക്കണം. അപ്പോൾ നമ്മുടെ സൈക്കിൾ നമ്മൾ കയറി നോക്കാൻ പോകണ്ട. ഇത് കുഴപ്പമൊന്നുമില്ല. എല്ലാം കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ പയ്യനും ചവിട്ടി നോക്കാൻ പോകണ്ട. ചവിട്ടി നോക്കിയിട്ട് വലിയ ലോഡൊന്നും വന്നില്ല. അത് വെള്ളത്തിൽ വരുമ്പോൾ കുറച്ച് ലോഡ് വരും. അത് സ്വാഭാവികമുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്താണ്. പിന്നെ ഗ്രീസൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. അതായത് നമുക്ക് ഇനി എന്തെങ്കിലും പണികൾ വരികയാണെങ്കിൽ നമുക്കത് കൈമേക്ക് ആദ്യം നമുക്ക് ഗ്രീസ് കുറച്ചും കൂടി സ്മൂത്ത് ആകുമ്പോൾ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം ചവിട്ടുമ്പോൾ ആ പ്രൊപ്പലർ കറങ്ങണത് 38 പ്രാവശ്യമുള്ള സാധനം കറങ്ങണത്. അത്രക്ക് RPM കൂട്ടിയിട്ടേക്ക് നമ്മൾ. അപ്പോൾ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇനിയിപ്പോ അടുത്ത ആഴ്ചയെങ്കിലും നമുക്ക് പുഴയിൽ ഞങ്ങൾ ഇറക്കിയണത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.